എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലിപ്പോൾ ലഹരി മാഫിയയ്ക്കെതിരെ ആഭ്യന്തര വകുപ്പ് ഒരു വലിയ പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ജൂൺ മാസം തന്നെയാണ് അത് ആരംഭിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ. അതിപ്പോൾ ഒരു കൊടുങ്കാറ്റ് കണക്ക് കേരളം മുഴുവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി സംഘങ്ങളെ ഉന്മൂലനാശനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോലീസ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. പെരുമ്പാവൂരൊക്കെ വലിയ റെയ്ഡ് നടന്നു. അപ്പോൾ ആ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് ധാരാളം ലഹരി വസ്തുക്കൾ ഇപ്പോൾ പിടിച്ചെടുക്കുകയുണ്ടായി. തിരുവനന്തപുരത്തും വലിയ റെയ്ഡ് നടന്നു. അതിലും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയുണ്ടായി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കുന്നത്. ഇത് പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് 1000 അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം തന്നെയാണ്. പുതിയ തലമുറയെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്നിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇത് വളരെ വിജയകരമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലും നടപടികൾ ശക്തമാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നല്ല കാര്യമാണ്. കാരണം അവിടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി വിൽപ്പന അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം ഇതൊക്കെ തടയേണ്ടത് ആവശ്യമാണ്. പല സംഘടനകളും, അതായത് ചില ക്യാമ്പസുകളിലൊക്കെ ആധിപത്യം പുലർത്തുന്ന പല സംഘടനകളുമൊക്കെ തന്നെ ഇതിനകത്ത് പലതരത്തിലും പങ്കാളിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി വിപുലമായ ഒരു അന്വേഷണവും നടപടിയും ഉണ്ടാകണം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ കൂടി വരികയായിരുന്നു. പക്ഷേ അത് ഇനിയിപ്പോൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കുറയാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ രാഷ്ട്രീയം പറയണമെന്ന് ആരും വിചാരിക്കരുത്. കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെൻറ്റാണ് ഭരിച്ചത്. ആ സമയത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായിരുന്നു ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആഭ്യന്തര വകുപ്പ് വളരെ മോശമായിരുന്നു. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്നും അതേ പോലീസ്, ഇന്നും അതേ പോലീസ് തന്നെയാണ്. അപ്പോൾ പോലീസിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം. അദ്ദേഹം നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്തുള്ള ഒരു പരിചയമുണ്ട്. അത് നമുക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി തന്നെ നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. കേരളം ലഹരി മുക്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.